ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ഷർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം നടക്കാനായി പോകുന്ന സെറ്റ് ഇംഗ്ലീഷ് എക്സാമുമായിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി നമ്മൾ തരുന്നതായിട്ടുള്ള പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസിലെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. പാർട്ട് 1 വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസ് എന്ന് പറയപ്പെടുന്ന പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയാതെ തന്നെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രധാനമായും ലിറ്റ്ഷർ അക്കാഡമിയിലൂടെ സെറ്റ് ഇംഗ്ലീഷ് ആൻഡ് സെറ്റ് ജനറൽ പേപ്പർ 1 കോച്ചിങ് നൽകുന്നുണ്ട്. നെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 1, നെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2 കോച്ചിങ്ങും ലഭ്യമാണ്. സോ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ഡിഡ് മിഖായിൽ ബക്തിൻ പ്രപ്പോസ് ഹിസ് വൈഡ്ലി സൈറ്റഡ് കോൺസെപ്റ്റ് ഓഫ് ദ കാർണിവാലസ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം തിയറി ആ ഒരു സെക്ഷൻ, ഒരു യൂണിറ്റ് 6 ഉണ്ട് നിങ്ങളുടെ സിലബസ്, സെറ്റ് ഇംഗ്ലീഷ് സിലബസിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്ന ഒരു തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഒന്ന് ഓപ്ഷൻ സി ആണ്. റബല്ലൈസ് ആൻഡ് ഹിസ് വേൾഡ് എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ വർക്കിലാണ് അദ്ദേഹം കാർണിവാലസ് എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്കിന് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ പരിചയപ്പെടുത്തുന്നത്. സോ മറന്നു പോകരുത്. ചിലപ്പോൾ ആ പ്രൊപ്പനൻ്റ് ആരാന്ന രീതിയിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദ്യമായിട്ട് വരാം. മറ്റാരുമല്ല, ആരാണ്? മിഖായിൽ ബക്തിനാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ പോയറ്റ് വൺസ് റെഫേർഡ് ടു എൻ ഓൾഡ് മാൻ ആസ് എ ടാറ്റേർഡ് കോട്ട് അപ്പോൺ എ സ്റ്റിക്ക്. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഇത് ഏത് ഫിഗർ ഓഫ് സ്പീച്ച് എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റഫറാണ്. കാരണം ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇവിടുത്തെ എന്താ പറയുക, എ ടാറ്റേർഡ് കോട്ട് അപ്പോൺ എ സ്റ്റിക്ക്, അതായത് ഒരു വടിയിൽ ചുറ്റിയ ഒരു കോട്ട് ധരിച്ചിരിക്കുന്ന ഒരാളായിട്ടാണ് പോയറ്റ് ഒരു വ്യക്തിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. സോ എ കൈൻഡ് ഓഫ് കമ്പാരിസൺ ആണ്. മേ ബി ചിലപ്പോൾ ഏറ്റവും ടു ബേസിക് മോഡ്സ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലിയും മെറ്റഫറുമാണ്. അതിൽ തന്നെ സിമിലി എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് കമ്പാരിസൺ ആസ് അല്ലെങ്കിൽ എന്താ ലൈക്ക്, ഹീസ് ലൈക്ക് എ ലയൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സിംഹത്തിനെ പോലെയാണ്, ഇല്ലെങ്കിൽ ഹീസ് ആസ് എ ലയൺ എന്ന രീതിയിൽ പറയാം, അദ്ദേഹം ഒരു സിംഹത്തെ പോലെ. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇന്നതിനെ പോലെ എന്ന അർത്ഥത്തിൽ വരുന്ന ചില ടേംസാണ് ആസ് അല്ലെങ്കിൽ ലൈക്ക്. ഈ ടൈപ്പ്, ഈ പറയുന്ന രണ്ട് ടേംസിലെ വേർഡ്സ് ഉപയോഗിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് എന്തിന് എക്സാമ്പിളായിട്ടാണ്? സിമിലിക്ക് എക്സാമ്പിളാണ്. മാറിപ്പോകരുത്. അതേസമയം നമ്മൾ ഡയറക്റ്റ്, അതായത് നമ്മളെന്താ ഈ പറയപ്പെടുന്ന ഹീസ് ലയൺ, അതായത് നമ്മൾ സിംഹത്തിനെ പോലെ എന്ന് പറയുന്നില്ല, അദ്ദേഹം സിംഹമാണ് എന്ന് വെച്ചാൽ അദ്ദേഹം സിംഹം ആവൂ? ഒരിക്കലും ഇല്ല. പക്ഷെ എന്താ, സിംഹത്തിന് കാണിക്കേണ്ടതായിട്ടുള്ള ചില ക്വാളിറ്റീസ് ആര് കാണിക്കുന്നുണ്ട്? ആ വ്യക്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം രീതികൾ, ഈ പറഞ്ഞ ആസ്, ഒമിഷൻ ഓഫ് ആസ് ആൻഡ് ഒമിഷൻ ഓഫ് ലൈക്ക്, അതായത് ലൈക്ക് ആസ് എന്ന് പറയുന്ന വേർഡ്സ് ഉപയോഗിക്കാതെ ഒരു വസ്തുവിനെ മറ്റു വസ്തുവില്ല ക്വാളിറ്റിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് മെറ്റഫറായിട്ടും കൺസിഡർ ചെയ്യും. അല്ലാത്ത പക്ഷം അത് സിമിലി ആയിട്ടും കൺസിഡർ ചെയ്യും. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. അതായത് നമ്മൾ ആലോചിക്കുക, രണ്ട് പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ് സിമിലി ആൻഡ് മെറ്റഫോർ. ഇവിടെ എന്താണ്? എ ടാറ്റേഡ് കോട്ട് അപ്പോൺ എ സ്റ്റിക്ക്. അവിടെ ലൈക്ക് എന്ന് ഉപയോഗിച്ചിട്ടില്ല, ആസ് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു കമ്പാരിസൺ ആണ്. ആ വ്യക്തി ശരിക്കും പറഞ്ഞ ഒരു ടാറ്റേഡ്, ഒരു കീറി പറഞ്ഞ ഒരു കോട്ട്, ഒരു വടിയിൽ ചുറ്റിയ പോലുള്ള ഒരു കോലമാണ്. അപ്പോൾ അത്യാവശ്യം മെലിഞ്ഞിട്ടാണ്, അത്യാവശ്യം കാണാൻ ഭംഗിയില്ല എന്നൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുക. സോ 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 13 നമുക്ക് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓതേഴ്സ് റോട്ട് സ്റ്റഡി ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ റിനൈസൻസ്? ഒരു ഹിസ്റ്റോറിയനുമായിട്ട് ബന്ധപ്പെട്ട്, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആ ഒരു കാല ബ്രിട്ടീഷ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെക്ഷനാണ്. സോ അതിൻ്റെ ആൻസർ എന്നാണ് ഓപ്ഷൻ എ, വാൾട്ടർ പേറ്റർ ആണ്. അദ്ദേഹം ഇതിൽ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഹിസ്റ്ററി ഓഫ് ദ സ്റ്റഡി ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ റിനൈസൻസ്. പ്രധാനപ്പെട്ടതാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who among the following advanced the theory that the mind is a tabula rasa at the birth and acquires all ideas by experience? അതിൻ്റെ ആൻസർ പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ പറയാം. ആൻസർ ചെയ്താൽ ജോൺ ലോക്കാണ്. കഴിഞ്ഞ പാർട്ട് 1 നമ്മൾ കണ്ട കൺസേണിങ് ദ ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞ വർക്ക് പബ്ലിഷ് ചെയ്ത ആരാണ്? ജോൺ ലോക്കാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കും, മുന്നോട്ട് വെച്ചൊരു കോൺസെപ്റ്റാണ് ഇത്, ടാബുല റസ. ടാബുല റസ എന്ന് പറഞ്ഞാൽ എന്താണ് ആലോചിച്ചിരിക്കുന്നത്? ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടാബുല റസയാണ്. ടാബുല റസ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മനസ്സിലൊന്നുമില്ല, കളങ്കമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, നിഷ്കളങ്ക. ഈ നിഷ്കളങ്കത്തിൽ നിന്നൊക്കെ നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റായിട്ടാണ് ടാബുല റസ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബ്ലാങ്ക് സ്ലേറ്റ്. അതായത് നമ്മൾ കഴുകി തുടച്ച് വെച്ചിട്ടുള്ള ഒരു സ്ലേറ്റ് പോലെ, ഒന്നും അതിൽ എഴുതാത്ത ഒരു സ്ലേറ്റ് പോലെയാണ് മൈൻഡ്. ആരുടെ? ജനിച്ച് വീഴുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം.
സോ ആ ഒരു മൈൻഡിനെ വിളിക്കുന്ന കോൺസെപ്റ്റാണ് ടാബുലർ റസ. എന്നാൽ ആ ഒരു മൈൻഡിലേക്ക് എങ്ങനെയാണ് പല കാര്യങ്ങളും ഐഡിയാസ് എങ്ങനെ അക്വയർ ചെയ്യുന്നത്? ത്രൂ എക്സ്പീരിയൻസ്. ആലോചിക്കുക, ആൻഡ് അക്വേഴ്സ് ഓൾ ഐഡിയാസ് ബൈ എക്സ്പീരിയൻസ്. പിന്നീട് നമ്മൾ ജനിച്ച് വളരുന്ന ആ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവത്തിലൂടെയാണ് നമ്മൾ അറിവ് സമ്പാദിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സ് ഇല്ലേ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി വിവിഡ് ഇൻ നേച്ചർ, ഇല്ലേ കുറച്ചും കൂടി വൈഡായിട്ട് അപ്പീൽ ചെയ്യും. അപ്പോൾ ആലോചിച്ച് നോക്കുക, ജനിക്കുമ്പോൾ പ്രത്യേകിച്ച് ബ്ലാങ്ക് സ്ലേറ്റ് ആയത് പിന്നീട് നമ്മൾ വളർച്ചയുടെ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ എന്തായി തീരും, ആ ഒരു മൈൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഐഡിയാസ് വിച്ച് ഈസ് ഗ്യാതേർഡ് ത്രൂ എക്സ്പീരിയൻസ്. മറക്കരുത്, ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത വ്യക്തി ആരാണ്? ജോൺ ലോക്ക്. അപ്പോൾ ഇത്രയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഈ ഒറ്റ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പഠിച്ചു. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫസ്റ്റ് ഒഫീഷ്യൽ റോയൽ പോയറ്റ് ലോറേറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്റററി ഹിസ്റ്ററി വാസ്. ഇത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഈ പോയറ്റ് ലോറേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ഒഫീഷ്യലി എടുത്ത് പറയാണ്, അൺഒഫീഷ്യൽ ആണ് അതിനർത്ഥം അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഒഫീഷ്യലി ഒരു പോയറ്റ് ലോറേറ്റ് ഇംഗ്ലീഷ് ലിറ്റററി ഹിസ്റ്ററിയിൽ ആരായിരുന്നു? കറക്റ്റ് ആൻസർ എന്ന് ഓപ്ഷൻ സി ആണ്, ജോൺ ഡ്രൈഡൻ ആണ് ഒഫീഷ്യൽ, ദ ഫസ്റ്റ് ഒഫീഷ്യൽ റോയൽ പോയറ്റ് ലോറേറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്റററി ഹിസ്റ്ററി. 16th ക്വസ്റ്റ്യൻ. തോമസ് ഹാർഡീസ് ലാസ്റ്റ് മേജർ നോവൽ വാസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ ആരാന്ന് ചോദിച്ചാൽ ഈ പറയപ്പെടുന്ന തോമസ് ഹാർഡിയാണ്. അദ്ദേഹത്തിന് സിലബസിൽ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റി ഈ പറയപ്പെടുന്ന ആദ്യത്തെ വർക്ക് ഏതാണ്, അവസാനത്തെ വർക്ക് ഏതാണ്, അദ്ദേഹത്തിൻ്റെ ദ കോമൺ മൂഡ് വിച്ച് ഈസ് ബീങ് എന്താ പറയുക, വിച്ച് ഈസ് ബീങ് എൻഡൗഡ് ഇൻ ഹിസ് മോസ്റ്റ് ഓഫ് ഹിസ് വർക്ക്സിലെ നോവൽസ് എന്ന രീതിയിൽ ചോദിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വർക്ക്സിലും അടങ്ങിയിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്വഭാവം എന്താണ്? അപ്പോൾ ആ ഒരു പെസിമിസ്റ്റിക് ഇൻ നേച്ചറാണ്, ഒപ്റ്റിമിസ്റ്റിക് അല്ല, പെസിമിസ്റ്റിക് ഇൻ നേച്ചറാണ്. സോ അദ്ദേഹത്തിന് ഇവിടുത്തെ കറക്റ്റ് ആൻസർ, അദ്ദേഹത്തിന് ലാസ്റ്റ് മേജർ നോവലായിട്ട് അറിയപ്പെടുന്ന മറ്റൊന്നുമല്ല, ഏതാണ്? ഓപ്ഷൻ ബി, ജൂഡ് ദ ഒബ്സ്ക്യൂർ ആണ്. ഇനി 17th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് ട്രൂ ഓഫ് അരിയോപജറ്റിക്ക. ഇവിടെ ഈ ഒരു വേർഡ് ശ്രദ്ധിക്കുക, നോട്ടാണ്, ശരിയല്ല കണ്ടുപിടിക്കേണ്ടത്, തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ്. നമുക്ക് ആദ്യം ഓപ്ഷൻസ് നോക്കാം. ഇറ്റ് വാസ് പബ്ലിഷ് ഇൻ 1644. ശരിയാണോ തെറ്റാണോ? കറക്റ്റാണ്. ദെൻ ദ സെക്കൻഡ് വൺ, ഇറ്റ് ആർഗ്യൂസ് ഫോർ ദ ലിബർട്ടി ഓഫ് അൺലൈസൻസ്ഡ് പ്രിൻറ്റിങ്. അതേ ആലോചിക്കുക, അതുവരെ ഒരു ലൈസൻസ്ഡ്, അതായത് കോപ്പിറൈറ്റ് എന്നൊക്കെ ഇന്ന് നമ്മൾ പറയാറുള്ളൂ, സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ അത്തരത്തിലുള്ള സെൻസർഷിപ്പ് ഒഴിവാക്കണം എന്ന് പറയുന്ന, അപ്പീൽ ചെയ്യുന്ന ഒരു തരത്തിലുള്ള വർക്കാണ് ഇത് അരിയോപജറ്റിക്ക. ഇറ്റ് ആർഗ്യൂസ് ഫോർ ദ ലിബർട്ടി, സ്വാതന്ത്ര്യം, ലിബർട്ടി ഓഫ് അൺലൈസൻസ്ഡ്. അൺലൈസൻസ്ഡ് ആണ് ലൈസൻസ് ഇല്ലാതെ, അതായത് പ്രത്യേകിച്ച് വലിയ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ പ്രിൻറ്റ് ചെയ്യാനുള്ള അവകാശം തരണം. ഓപ്ഷൻ സി നോക്കുക, ഇറ്റ് പ്ലീഡ്സ് ഫോർ ബ്രിട്ടീഷ് പ്രിവിലേജസ് റിഗാർഡിംഗ് ഫ്രീ ട്രേഡ്. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ദെൻ ദ ലാസ്റ്റ്, ഇറ്റ് ഈസ് എ സ്പീച്ച് അഡ്രസ് ടു ദ പാർലമെൻറ്റ് ഓഫ് ഇംഗ്ലണ്ട്. അതും എന്താണ്? കറക്റ്റാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, എ കറക്റ്റാണ്, ബി കറക്റ്റാണ്, ഡിയും കറക്റ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏതാണ്? സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇത് ശരിക്കും തെറ്റായ ഒരു പ്രസ്താവനയാണ്. ഇൻ കണക്ഷൻ ഓർ വിത്ത് റിഗാർഡ് ടു ദ വർക്ക് ടൈറ്റിൽ എറിയോപജറ്റിക്ക. ആലോചിച്ച് നോക്കി, ഇത് ഒരിക്കലും ഒരു ബ്രിട്ടീഷ് ഫ്രീ ട്രേഡിന് വേണ്ടിയിട്ടുള്ളതല്ല, അതിന് വേണ്ടി മുന്നോട്ട് വെക്കുന്ന ഒരു അപേക്ഷയായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ആലോചിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഏതാണ്? ഓപ്ഷൻ സി ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോറൻസ് സ്റ്റേൺ പ്രധാനപ്പെട്ട ഒരു നോവലിസ്റ്റാണ്. ലോറൻസ് സ്റ്റേൺസ് ട്രിസ്റ്റം ഷാൻഡി, അതിലേറെ പ്രധാനപ്പെട്ട അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കും കൂടിയാണ് ഇത്, ട്രിസ്റ്റം ഷാൻഡി. അതിൽ എത്ര വോളിയംസ് ആണ് അടങ്ങിയിരിക്കുന്നതാണ് ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ ചെയ്ത ഓപ്ഷൻ ബി, 9 വോളിയംസ്, 9 വോളിയംസ് ആയിട്ട് പബ്ലിഷ് ചെയ്ത വർക്കാണ് ലോറൻസ് സ്റ്റേണിൻ്റെ ട്രിസ്റ്റം ഷാൻഡി. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ഡസ് നോട്ട് ഹാവ് എ മാഡ് വുമൺ ആസ് എ ക്യാരക്ടർ ഇൻ ഇറ്റ്? ദ യെല്ലോ വാൾപേപ്പർ ആണോ, ദ മാഡ് വുമൺ ഇൻ ദ ആറ്റിക് ആണോ, ജെയിൻ അയർ ആണോ, വൈറ്റ് സർഗാസസി ആണോ? ഓപ്ഷൻ ബി ആണ്, ദ മാഡ് വുമൺ ഇൻ ദ ആറ്റിക്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നിങ്ങളെ ലോജിക്കിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ്. മേ ബി ആ ടൈറ്റിൽ തന്നെ ഒരു മാഡ് വുമൺ പറയുന്ന സ്ഥിതിക്ക് നിങ്ങൾ സ്വാഭാവികമായിട്ട് ഏതിലേക്ക് നിങ്ങൾ പോവുക, നിങ്ങളുടെ മനസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഓപ്ഷൻ ബി ആയിരിക്കും. എന്ത്? അതിലൊരു നിർബന്ധമായിട്ടൊരു മാഡ് വുമൺ ഉണ്ടാകുമെന്നാണ് വിചാരിക്കും. പക്ഷേ ചോദ്യം എന്താ? ഈ ദ ഫോളോയിങ് വർക്ക്സ് ഡസ് നോട്ട് ഹാവ് എ മാഡ് വുമൺ, അതിലൊരു മാഡ് വുമൺ അല്ലാത്തൊരു ക്യാരക്ടർ വരുന്ന വർക്ക് ഏതാണ്? സ്വാഭാവികമായിട്ട് ഈ ഒരു വർക്കിൽ ആരില്ല, ഒരു മാഡ് വുമൺ ഇല്ല. പക്ഷേ ടൈറ്റിൽ മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ വർക്കും വൈറ്റ് സർഗാസസിയിലൊക്കെ ശരിക്കും ഒരു മാഡ് വുമൺ ഉണ്ട്. ദെൻ 20th ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സീരീസ്. ഡാഷ് ഈസ് എ തിയോളജിക്കൽ ടേം ബ്രോട്ട് ഇൻ ടു ലിറ്ററി ക്രിറ്റിസിസം ബൈ ഡാഷ്. അത് ഒരു കോൺസെപ്റ്റ്, ഒരു തിയോളജിക്കൽ ടേം ആൻഡ് ഇറ്റ്സ് പ്രൊപ്പഗേറ്റർ ഓർ പയനിയർ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, എപ്പിഫനി ബൈ ജെയിംസ് ജോയ്സ്. കേട്ടിട്ടുണ്ടാവുമല്ലോ, മോഡേണിസ്റ്റ് നോവലായിട്ട്
കരുതപ്പെടുന്ന ഇല്ലെങ്കിൽ നോവലിസ്റ്റായിട്ട് കരുതപ്പെടുന്ന ജെയിംസ് ജോയ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇത് എപ്പിഫനി. എപ്പിഫനി എന്ന് പറഞ്ഞാൽ സഡൻ റെവലേഷൻ, ഒരു പെട്ടെന്നൊരു കാര്യം ഒരാൾക്ക് ഓതറിന് അല്ലെങ്കിൽ പ്രൊട്ടഗോണിസ്റ്റിന് ഉണ്ടാകുന്ന വെളിപ്പെടുത്തലുകളാണ് ഇല്ലെങ്കിൽ തിരിച്ചറിവുകളാണ്. അതാണ് എപ്പിഫനി. ആ ഒരു ടേം മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തിയിലെ കോൺസെപ്റ്റ് കോയിൻഡ് ബൈ നൺ അതർ ദാൻ ജെയിംസ് ജോയ്സ്. സോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നെക്സ്റ്റ് 10 ക്വസ്റ്റ്യനും കൂടി പരിചയപ്പെട്ടു. സോ ഇൻ ടോട്ടൽ നമ്മൾ 2 പാർട്ടുകളായിട്ട് 20ഓളം ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. ഇത് ഞാൻ കഴിഞ്ഞ പാർട്ടിൽ സൂചിപ്പിച്ച പോലെ ഷോർട്ട് നോട്ട്സ് ആക്കുക, പഠിക്കുക, പിന്നെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ പറയുന്നതും കൂടി നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ച് മറക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് കോച്ചിങ് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം വിനിയോഗിക്കാവുന്നതാണ്. സോ ഇന്നത്തെ ഒരു പാർട്ടിൽ ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് പാർട്ട് 3 അടുത്ത ദിവസം ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷ്വർ അക്കാഡമി. താങ്ക് യു.